ല്ലോ പശ്ചിമേഷ്യയിൽ നടന്ന യുദ്ധത്തിന്റെ പ്രകമ്പനം നമ്മുടെ തീന്മേശക്കകത്ത് നമ്മുടെ ജനതയെ ആകെ പ്രയാസപ്പെടുത്തുമ്പോൾ ഏറ്റവും മൂലധന ശക്തികളാണ്. കോർപ്പറേറ്റ് ശക്തികൾക്ക് ഇത് ലാഭമുണ്ടാക്കുന്നതിനുള്ള ഏർപ്പാടായി അത് പൂഴ്ത്തിവെച്ചുകൊണ്ട് വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ കരിഞ്ചന്തയിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കരിഞ്ചന്തയിൽ കിട്ടുന്നൊരവസ്ഥ. അന്നും സിലിണ്ടറിന് പ്രശ്നമുണ്ടായിരുന്നില്ല. കരിഞ്ചന്തയിൽ 1000 രൂപ കൂടുതൽ കൊടുത്താൽ 2000-ഓ 3000-ഓ കൊടുത്താൽ കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ 3 വട്ടം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഏറ്റവും അടുത്തായി ഒരു ആഴ്ച കൊണ്ടായി 993 രൂപ, ഏതാണ്ട് 1000 രൂപയോളം വർദ്ധിപ്പിച്ച് 3100 രൂപയോളം ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്ന, പാചകവാതകത്തിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. പോലെ തന്നെ 60,000-ഓളം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. കുറേയേറെ പൂട്ടിയോളം വരുന്ന ചെറുകിട ഭക്ഷണ പാനീയങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥന്മാർ മാത്രമല്ല, അവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ ഏതാണ്ട് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ എന്ന് പറയുന്നത് 35 ലക്ഷം ആളുകളാണ്. അല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ഈ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 35 ലക്ഷത്തോളം ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് കാറ്ററിംഗ് വിഭാഗത്തിൽ ഏതാണ്ടുള്ളൊരു കണക്കുപ്രകാരം തന്നെ ഏതാണ്ട് 20 ലക്ഷം. നിങ്ങൾ നോക്കൂ, എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ വരുമാനമാണ് ഇല്ലാതായത് എന്ന് പറയുന്നത്. കേരളീയ സമൂഹത്തിൽ വ്യാപിക്കേണ്ടതല്ലേ? വ്യാപാര മേഖലയിലേക്ക് വ്യാപിക്കേണ്ടതല്ലേ? അല്ലേ ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ. ചെറുകിട വ്യാപാരികൾക്ക് കച്ചവടം നടക്കണമെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ കയ്യിൽ വരുമാനം